ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ശങ്കരദാസിന് ജാമ്യമില്ല. സുപ്രീം കോടതിയിലെ ശങ്കരദാസ് ജാമ്യത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു നിരീക്ഷണം 5-ാം പാരഗ്രാഫിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നീക്കം ചെയ്യാനും വേണ്ടിയിട്ടാണ് ശങ്കരദാസ് സുപ്രീം കോടതി പോയത്. സീനിയർ അഡ്വക്കേറ്റ് PB സുരേഷ് കുമാറും കാർത്തിക്കുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത്. അവരുടെ ആവശ്യം കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവിൽ അതിലെ 5-ാം പാരഗ്രാഫ് അത് ശങ്കരദാസിനെതിരായിട്ട് ചില പരാമർശങ്ങളുണ്ട്. കാരണം ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ശങ്കരദാസിന് ഒഴിവാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ശങ്കരദാസിനും വിജയകുമാറിനും എതിരായിട്ട് SITയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് നമുക്കറിയാം ഇവർ രണ്ടുപേരും പത്മകുമാറിൻ്റെ കാലഘട്ടത്തിൽ, പത്മകുമാർ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മെമ്പേഴ്സായിരുന്നു KP ശങ്കരദാസും വിജയകുമാറും. അതിൽ വിജയകുമാർ കീഴടങ്ങി. വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. KP ശങ്കരദാസ് തനിക്ക് പ്രായമായി, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ആരോഗ്യം വലിയ മോശമാണ്, അതുകൊണ്ട് അദ്ദേഹം കീഴടങ്ങിയില്ല. അതിന് പകരം ഹൈക്കോടതിയിലെ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് നീങ്ങിയതും ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ബാധ്യതയെപ്പറ്റി സിംഗിൾ ബെഞ്ച് ചില പരാമർശങ്ങളും നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകന് ഒരു DIG ആണ്, കേരളത്തിലെ ഇപ്പോൾ എറണാകുളം കമ്മീഷണറാണ്. അങ്ങനെ അദ്ദേഹത്തിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ SIT മടിക്കുന്നത്, അറസ്റ്റ് നീങ്ങുന്നത് എന്നൊക്കെ ആരോപണം ധാരാളം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമായിരുന്നു. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല KP ശങ്കരദാസിന്. അതുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് പറയത്തക്ക പ്രയോജനമൊന്നും ലഭിച്ചില്ല. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ ദീപ ശങ്കർ ദത്തയും SC ശർമ്മയും പറഞ്ഞ വാക്കിനാണ് വലിയ പ്രാധാന്യം. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് ആ കേസിൻ്റെ വാദഗതി സമയത്ത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കമൻറ്റ് അങ്ങനെയാണ് വന്നത്. അത് കുറിക്ക് കൊള്ളുന്നൊരു പരാമർശമാണ്. ദൈവം അവിടെ ശബരിമലയിലെ അവിടെ സ്വർണം പൂശി അങ്ങനെ ഇരിക്കുന്ന ആ ദൈവത്തിനെ അവിടുന്ന് അതിൻ്റെ മൗൾഡും മറ്റും അടിച്ചു മാറ്റിയ സംഭവം കേരളത്തെയും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം അവിടെ വന്നു ചേരുന്ന സ്വർണങ്ങളും അവിടെ പതിച്ചിരിക്കുന്ന സ്വർണങ്ങളും അത് ഓരോ പ്രസിഡന്റുമാരും 1998-99 കാലഘട്ടം മുതലുള്ള പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും കൃത്യമായി അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം ആ കാര്യത്തിൽ അവർക്കുണ്ടായി. എല്ലാ പ്രസിഡന്റുമാരും അംഗങ്ങളും ധാരാളം പണം ഉണ്ടാക്കി ഇതിൽ. ഏതായാലും KP ശങ്കരദാസിന് അറസ്റ്റിന് വിധേയനാകേ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് അറസ്റ്റിന് വിധേയമായി കഴിയുമ്പോൾ റിമാൻഡിലായ അദ്ദേഹത്തിന് ചികിത്സാ സൗകര്യങ്ങളെല്ലാം ലഭിക്കും. അതിന് ആരും സംശയമില്ല. പക്ഷേ അദ്ദേഹവും ജയിലിലേക്ക് പോയേ പറ്റുള്ളൂ. കാരണം കേസിൻ്റെ അന്വേഷണം വളരെയധികം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 90 ദിവസത്തിനകം അന്വേഷണം എങ്ങും എത്തില്ല. കാരണം 90 ദിവസം കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടുണ്ട് അവർക്കൊരു ബെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബെയിൽ വാങ്ങിച്ചുകൊണ്ട് പൊക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അന്വേഷണം കൃത്യമായിരിക്കണം. കാരണം അന്വേഷണം എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്ത് കുറ്റചാർജ് കൊടുക്കട്ടെ. അത് ചിലപ്പോൾ ഒരു 3 മാസം മുതൽ 6 മാസം വരെ സമയം എടുത്തേക്കാം. എങ്കിലും തൊണ്ടി സാധനങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. SIT എന്തായാലും ഈ ധാരപാല ശില്പത്തിൽ അവിടുത്തെ മോൾഡുകളും മറ്റും കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു തീർച്ചപ്പെടുത്തൽ നടത്തേണ്ടിയിരിക്കുന്നു. അത് ഇതുവരെ ഉണ്ടായില്ല. ആ സംശയം നിലനിൽക്കുകയാണ്. അങ്ങനെ കടത്തി എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. അവരെ ഫസ്റ്റ് റൗണ്ട് ചോദ്യം ചെയ്ത് അവരെ വിട്ടുകഴിഞ്ഞു. അവർ വീണ്ടും ഇനി വരേണ്ടി വരും. അതുകൊണ്ട് ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ മോൾഡുകളെല്ലാം എങ്ങോട്ട് പോയി, അത് ഉരുക്കി അതിലെ സ്വർണ്ണം എടുത്തെന്നല്ല ഇപ്പം വരുന്ന വാർത്തകൾ. കാരണം അതിൻ്റെ സ്വർണ്ണങ്ങൾ
ഉരുക്കിയെടുത്തെന്ന് പറഞ്ഞ് മാത്രമേ അവർക്ക് പറയാനൊക്കെ ഉള്ളൂ. ഈ പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മോൾഡുകളെല്ലാം വിദേശത്ത് കോടിക്കണക്കിന് രൂപ അവർക്ക് ലഭിക്കും. അങ്ങനെയാണ് ഇത് കടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് എത്ര സ്വർണ്ണ പൂശിയ മോൾഡ് നമ്മൾ കടത്തിയാലും ശരി, അതിനകത്ത് എത്ര ഉരുക്കിയെടുത്താലും ശരി, അവിടെ നേർച്ചകളായിട്ട് സ്വർണ്ണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സ്വർണത്തിന് അവിടെ പഞ്ഞമില്ല. ഓരോരോ പ്രസിഡന്റുമാരും അവരെ മെമ്പേഴ്സുമാരും 2 വർഷത്തെ കാലാവധി ഇരിക്കുമ്പം മാക്സിമം സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെയാണ്. അത് വിദേശത്തേക്കായാലും ശരി, എങ്ങോട്ടായാലും ശരി, അത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ വീണ്ടും അതേ മോൾഡ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെക്കാനും സ്വർണം പൂശാനും കഴിയുന്നു. അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ആ കള്ളത്തരം ആരും പിടിക്കില്ല എന്നാണ് കേരളത്തിലുള്ള മഹാന്മാരെല്ലാം കരുതിയത്. പക്ഷേ അത് കൃത്യമായ ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്നു. ഡിവിഷൻ ബെഞ്ച് അത് കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള ഇത്ര വ്യാപകമായ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനും അതിന് കറകളഞ്ഞ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ കണ്ടെത്തി ഹൈക്കോടതി തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയെ പറ്റി നമ്മൾ ബോധവാന്മാരായി. ആ സ്വർണ്ണക്കൊള്ള എന്താണ് അവിടെ നടന്നത്, ആ പണം സമ്പാദിച്ചവരെ മിക്കവാറും ഉള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചില വ്യക്തികളെ 3-4 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ആ അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തുക. അവർ ജാമ്യത്തിൽ പോകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. SIT അന്വേഷണം കൃത്യമായി മുന്നോട്ട് വന്നാൽ മതി. അവർക്കുള്ള കുറ്റച്ചാർജ് ഒരു തരിമ്പ് പോലും അവർക്കൊരു ഇടം കൊടുക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത് ആയിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.